വർഷം 2018. റഷ്യൻ മണ്ണിൽ ഫ്രാൻസിന് മുന്നിൽ അർജന്റീന തകർന്നു വീണ രാത്രി. അന്ന് ലോകം മുഴുവൻ ആ മനുഷ്യന് നേരെ വിരൽ ചൂണ്ടി. കമൻ്ററി ബോക്സിൽ നിന്ന് പരിഹാസങ്ങൾ ഉയർന്നു. അയാൾക്ക് ഇനിയൊരു വേൾഡ് കപ്പില്ലെന്നും പ്രായം 31 കഴിഞ്ഞെന്നും മെസ്സിയുടെ യുഗം അവസാനിച്ചെന്നും അവർ വിധിയെഴുതി. എന്നാൽ 4 വർഷം കൊണ്ട് കാലം കരുതി വെച്ചത് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മാരകമായ ഒരു പ്രതികാരമായിരുന്നു. 2022 ഖത്തറിലെ ലുസൈൽ സ്റ്റേഡിയം വീണ്ടും ഒരു അർജന്റീന ഫ്രാൻസ് യുദ്ധത്തിന് സാക്ഷ്യം വഹിച്ചപ്പോൾ അത് വെറുമൊരു ഫൈനൽ മാത്രമായിരുന്നില്ല, മൈതാനത്ത് തീപാർന്ന പോരാട്ടമായിരുന്നു. അർജന്റീന വിജയമുറപ്പിച്ചു എന്ന് കരുതിയ നിമിഷത്തിലാണ് അവിടെ കിലിയൻ എംബാപ്പെ എന്ന കൊടുങ്കാറ്റ് വീശിയടിക്കുന്നത്. ഒരു രക്ഷയുമില്ലാത്ത സംഹാര താണ്ഡവം. കളി മാറി, കാറ്റുമാറി. അതുവരെ അർജന്റീനയെ പിന്തുണച്ച എതിർ ഫാൻസ് പോലും ഭയം കൊണ്ട് പെട്ടെന്ന് നിറം മാറി ഫാൻസിനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയ അവിശ്വസനീയമായ നിമിഷങ്ങൾ. കളിയുടെ അവസാന സെക്കൻഡുകളിൽ ഫ്രാൻസിൻ്റെ കൊളോ മുവാനി ഗോളിനു തൊട്ടുമുമ്പിൽ ഒറ്റയ്ക്ക് പന്തുമായി വരുന്നു. കോടിക്കണക്കിന് അർജന്റീന ആരാധകരുടെ നെഞ്ചിടിപ്പ് നിലച്ചുപോയ നിമിഷം. പക്ഷേ അവിടെ കാവൽക്കാരനായി എമി മാർട്ടിനസ് ഉണ്ടായിരുന്നു. അവൻ്റെ ആ ഒറ്റക്കാൽ നീട്ടിയുള്ള തട്ടിയകറ്റൽ വെറുമൊരു സേവായിരുന്നില്ല, അർജന്റീനയുടെ ജീവനായിരുന്നു. ഒടുവിൽ പരിഹസിച്ചവർക്ക് മുമ്പിൽ പ്രായത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഫുട്ബോളിലെ ചരിത്ര പുസ്തകം ലിയണൽ ആൻഡ്രസ് മെസ്സി തിരുത്തിയെഴുതി. 2018 വിധി എഴുതിയവർക്ക് മുമ്പിൽ 2022 അയാൾ ആ സ്വർണ്ണ കിരീടം വാനിലുയർത്തി. ചരിത്രം പൂർണ്ണമായി. സിംഹാസനത്തിൽ ഇനി ഒരേയൊരു രാജാവ്, ലിയണൽ ആൻഡ്രസ് മെസ്സി. ആ സുവർണ്ണ കിരീടത്തിൽ ഒരിക്കൽ കൂടെ മുത്തമിടാൻ അർജന്റീന എന്ന ടീം വീണ്ടും വരികയാണ്. 2026 ലോകകപ്പ് പോരാട്ടങ്ങൾക്ക് കളമുണരുമ്പോൾ വമ്പന്മാരെ വിറപ്പിക്കാൻ കോച്ച് ലിയണൽ സെബാസ്റ്റ്യൻ സ്കലോണി തിരഞ്ഞെടുത്ത അർജന്റീനയുടെ ആ മാരക സ്ക്വാഡിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് അർജന്റീനയുടെ ഗോൾ വല കാക്കുന്ന ആ 3 കാവൽക്കാരെ നോക്കാം. മാറ്റങ്ങളില്ലാത്ത 1-ാം നമ്പറായി എതിരാളികളുടെ ഉറക്കം കെടുത്തുന്ന എമിലിയാനോ എന്ന എമി മാർട്ടിനസ് തന്നെയുണ്ടാകും. ഇന്ന് ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച ഇമ്പാക്റ്റുള്ള ഗോൾ കീപ്പറാണ് ഇദ്ദേഹം. 2022 ഖത്തറിൻ്റെ മണ്ണിൽ എത്ര ലോകോത്തര സ്ട്രൈക്കർമാരാണ് എമിയുടെ ആ ഭീകരമായ രൂപത്തിനു മുന്നിൽ നിന്ന് ഉയർത്തത്. അസാധ്യമായ പെനാൽറ്റികൾ തട്ടിയകറ്റി അർജന്റീനയെ ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ച മനുഷ്യൻ. ഇത്തവണയും എതിരാളികൾ പെനാൽറ്റി സ്പോട്ടിലേക്ക് നടക്കുമ്പോൾ അവരുടെ മനസ്സിനെ സമ്മർദ്ദത്തിന് മുന്നിൽ നിർത്താൻ എമിയുണ്ടാകും പെനാൽറ്റി ബോക്സിന് താഴെ. അർജന്റീനയുടെ സെക്കൻഡ് ഗോൾ കീപ്പറായി വരുന്നത് ജുവാൻ മൂസോ ആണ്. എമിക്ക് പകരം ഇറങ്ങാൻ ബെഞ്ചിൽ ജുവാൻ മൂസോ ഉള്ളത് സ്കലോണിക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. 3-ാമനായി ജെറോണിമോ റുള്ളി കൂടി എത്തുമ്പോൾ കാവൽക്കാരുടെ നിര ശക്തമാകുന്നു. നിലവിൽ തൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച ഫോമിലൂടെയാണ് റുള്ളി കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ അർജന്റീനയുടെ ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെ ആരും കുറച്ച് കാണേണ്ടതില്ല. സ്റ്റാർട്ടിംഗ് 11ലും ബെഞ്ചിലും ഒരേപോലെ കരുത്തരായ ഗോൾ കീപ്പർമാരാണ് ഇത്തവണ സ്കലോണിക്കൊപ്പമുള്ളത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അർജന്റീന എന്ന ടീമിൻ്റെ ഏറ്റവും വലിയ കരുത്തായ അവരുടെ പ്രതിരോധ നിരയെക്കുറിച്ചാണ്. ഫ്രഞ്ച് ക്ലബ്ബായ മാർസലോയുടെ ക്യാപ്റ്റൻ ലിയനാർഡോ ബെല്ലേർഡിയാണ് ഇതിലെ പുതുപുത്തൻ താരം. സ്കലോണി തൻ്റെ ആയുധപ്പുതിരയിലേക്ക് കണ്ടെത്തിയ പുതിയൊരു അഡാർ ഐറ്റമാണിത്. ടീമിനായി 100% സമർപ്പിച്ച് കളിക്കുന്ന പോരാളി. പ്രതിരോധത്തിലെ വിടവുകൾ കൃത്യമായി മനസ്സിലാക്കി കൃത്യമായ സമയത്ത് ടാക്കിളുകൾ നടത്തുന്നതിൽ ബെല്ലേർഡി മിടുക്കനാണ്. സെൻറ്റർ ബാക്ക് പൊസിഷനിൽ അർജന്റീനയ്ക്ക് വലിയൊരു കരുത്താകും ഈ യുവ ക്യാപ്റ്റൻ. ഇവർക്കൊപ്പം അർജന്റീനയുടെ സ്വന്തം കാവൽമാലകന്മാരായ ലിസാൻഡ്രോ മാർട്ടിനസും ക്രിസ്റ്റ്യൻ കൂട്ടി റൊമേറും അണിനിരക്കും. അവസാന ശ്വാസം വരെ സ്വന്തം രാജ്യത്തിൻ്റെ കോട്ട കാക്കാൻ മടിക്കാത്ത 2 വിട്ടുവീഴ്ചയില്ലാത്ത ഭടന്മാർ. ഇത്തവണയും സ്കലോണിൻ്റെ ഫസ്റ്റ് ചോയ്സ് സെൻറ്റർ ബാക്കുകൾ ഇവർ തന്നെയായിരിക്കും. അഗ്രസീവ് ഡിഫൻസിങ്ങിലൂടെ എതിരാളികളെ ശാരീരികമായും മാനസികമായും താഴ്ത്താൻ ശേഷിയുള്ള നെടുംതൂണുകൾ. ഇവർക്കൊപ്പം പരിചയസമ്പത്തിൻ്റെ കൊടുമുടിയായ വല്യേട്ടൻ നിക്കോളാസ് ഓട്ടമൻ്റി കൂടി ചേരുമ്പോൾ പ്രതിരോധം കടുപ്പമേറിയതാകുന്നു. ഇടം വലം വിങ്ങുകളിൽ വിശ്വസ്തരായ 2 ലോകകപ്പ് ഹീറോകളായ ഗോൺസലോ മോണ്ടിയലും നിക്കോളാസ് ടാക്ലിയാഫയ്ക്കും കോട്ടക്കങ്ങ് റെഡിയാണ്. 2022 ടീമിൻ്റെ വിജയങ്ങൾ നിർണായക പങ്കുവഹിച്ച ഇവർ ഇത്തവണയും സ്കലോണിയുടെ പ്ലാനുകളിൽ കൃത്യമായി ഇടം പിടിച്ചിട്ടുണ്ട്. ഇവർക്കൊപ്പം റൈറ്റ് ബാക്ക് പൊസിഷനിൽ സ്കലോണിയുടെ വിശ്വസ്തനായ നാഹുൽ മൊളീന കൂടിയെത്തും. ഈ സീസണിൽ ലാലിഗയിൽ തൻ്റെ ലോങ് റേഞ്ച് ഷോട്ടുകൾ കൊണ്ട് എതിരാളികളെ എത്ര തവണയാണ് മൊളീന വിറപ്പിച്ചിട്ടുള്ളത്. ആക്രമണത്തിലും പ്രതിരോധത്തിലും ഒരേപോലെ തിളങ്ങുന്ന മൊളീന റൈറ്റ് ബാക്കിൽ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി അർജന്റീന എന്ന സ്ക്വാഡിൻ്റെ ജീവനാഡിയായ മധ്യനിരയെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആരെ എടുക്കണം, ആരെ ഒഴിവാക്കണമെന്ന് സ്കലോണിയെ ഏറെ കൂടുതൽ ചിന്തിപ്പിച്ച, എന്നാൽ ഇപ്പോൾ ഏറ്റവും മാരകമായി മാറിയിരിക്കുന്ന അർജന്റീനയുടെ മധ്യനിരയെ നമുക്ക് പരിശോധിക്കാം. വെറും 21 വയസ്സ് പ്രായം മാത്രമുള്ള സ്റ്റോൺസ്ബർഗിൻ്റെ യുവവിസ്മയം വാലന്റൈൻ ബാർക്കോയാണ് ഇതിലെ പ്രധാനി. സ്കലോണിയുടെ ഒരു സ്പെഷ്യൽ കണ്ടുപിടുത്തമാണിത്.
ഫുട്ബോൾ ലോകത്ത് ഞെട്ടിക്കുന്ന പ്രകടനമാണ് ഈ ചെക്കൻ ഇപ്പോൾ പുറത്തെടുക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അദ്ദേഹത്തിൻ്റെ വേഴ്സിറ്റാലിറ്റിയാണ്. സെൻട്രൽ മിഡ്ഫീൽഡറായോ ലെഫ്റ്റ് മിഡ്ഫീൽഡറായോ ഇനി അതുമല്ലെങ്കിൽ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലോ എവിടെ വേണമെങ്കിലും ഈ 21-കാരനെ സ്കലോണിക്ക് ഉപയോഗിക്കാം. തന്ത്രങ്ങൾ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു പെർഫെക്റ്റ് യൂട്ടിലിറ്റി പ്ലെയർ. ഇവനോടൊപ്പം മധ്യനിരയിലെ എക്സ്പീരിയൻസ് പ്ലെയറായി ലിയനാർഡോ പരേഡസ് അണിനിരക്കും. കോച്ച് എന്ത് പറയുന്നു അത് അതേപടി ഗ്രൗണ്ടിൽ നടപ്പിലാക്കുന്ന വിശ്വസ്തൻ. പ്രതിരോധ നിരയെയും മധ്യനിരയെയും തമ്മിൽ കോർത്തിണക്കുന്ന ആങ്കർ റോളിൽ പരേഡസ് ഇത്തവണയും തിളങ്ങും. ഒപ്പം അർജന്റീനയുടെ മധ്യനിരയുടെ യഥാർത്ഥ എഞ്ചിനായ റോഡ്രിഗോ ഡീപോൾ കൂടിയെത്തുമ്പോൾ കളി തന്നെ മാറും. നിലവിൽ യൂറോപ്പ് വിട്ട് ലിയണൽ മെസ്സിക്കൊപ്പം ഇന്റർ മിയാമിക്കായി മേജർ ലീഗ് സോക്കറിലാടി കളിക്കുന്നതെങ്കിലും ഡീപോളിൻ്റെ ഫോമിന് യാതൊരു കുറവുമില്ല. പഴയതുപോലെ തന്നെ മിന്നും ഫോമിലാണ് താരം. സ്കലോണിയുടെ സിസ്റ്റത്തിലെ നട്ടലായ ഡീപോൾ ഇത്തവണയും ഗ്രൗണ്ടിൽ ചോര ചിന്തിക്കളിക്കാൻ തയ്യാറായി തന്നെയാണ് വരുന്നത്. ഏറെ കാത്തിരിപ്പിനൊടുവിൽ ജിയോവാനി ലോ സെൽസോ ടീമിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. ബൂണ്ടേക്ക് പകരം സ്കലോണി തിരഞ്ഞെടുത്തത് ലോ സെൽസയാണ്. പരിക്കിൻ്റെ നിർഭാഗ്യം കൊണ്ട് കഴിഞ്ഞ ലോകകപ്പ് നഷ്ടമായ ഈ പ്ലേ മേക്കർ സ്കലോണിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവനാണെന്ന് ആരാധകർക്കറിയാം. മധ്യനിരയ്ക്ക് ക്രിയേറ്റിവിറ്റി നൽകാൻ ലോ സെൽസോയുടെ സാന്നിധ്യം സഹായിക്കും. ഒപ്പം ലിവർപൂളിനായി പ്രീമിയർ ലീഗിൽ തകർപ്പൻ ഫോമിൽ കളിക്കുന്ന അലക്സിസ് മാക്കലിസ്റ്ററും ചേരും. അറ്റാക്കിംഗ് തേർഡിലേക്ക് കൃത്യതയാർന്ന പാസുകൾ നൽകാനും കളിയുടെ ഗതി നിയന്ത്രിക്കാനും മാക്കലിസ്റ്ററിന് സ്കലോണി വലിയൊരു ചുമതല തന്നെയായിരിക്കും നൽകുക. ഏഞ്ചൽ ഡീമരിയുടെ പകരക്കാരനായി സ്കലോണി കണ്ടെത്തിയ തിയാഗോ അൽമാഡയും ഈ മധ്യനിരയിലുണ്ട്. ക്ലബ് തലത്തിൽ ചെറിയ മങ്ങലുകളുണ്ടെങ്കിലും അർജന്റീനയുടെ ജേഴ്സിയിൽ ഈ 21-കാരൻ മറ്റൊരു ലെവലാണ്. ഇടത് വിങ്ങിലൂടെയുള്ള ഇദ്ദേഹത്തിൻ്റെ മുന്നേറ്റങ്ങൾ നിങ്ങൾ കാണേണ്ടത് തന്നെയാണ്. അടുത്തത് സീരിയയിലെ ഏറ്റവും മികച്ച മധ്യനിരക്കാനുള്ള അവാർഡ് വാങ്ങി വെറും 21-ാം വയസ്സിൽ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന നീക്കോ പാസാണ്. സ്കലോണിയുടെ ആയുധപ്പുരയിലെ ഏറ്റവും മൂർച്ചയേറിയ യുവ ആയുധം. ഈ ലോകകപ്പിൽ മധ്യനിര ഭരിക്കാൻ പോകുന്ന വിസ്മയമാണെന്നാണ് ഫുട്ബോൾ ലോകം നീക്കോ പാസിനെ വിശേഷിപ്പിക്കുന്നത്. ആരാധകരും വലിയ പ്രതീക്ഷയിലാണ് ഈ താരത്തെ ഉറ്റുനോക്കുന്നതും. 2022 ലോകകപ്പിലെ മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരം നേടിയ എൻസോ ഫെർണാണ്ടസ് ഇന്ന് മധ്യനിരയിലെ അവിഭാജ്യ ഘടകമാണ്. കളിയെ നിയന്ത്രിക്കാനും ലോങ് റേഞ്ചുകൾ ഉതിർക്കാനും കെൽപ്പുള്ള എൻസോക്ക് ഇത്തവണ വലിയ ഉത്തരവാദിത്തങ്ങളുണ്ടാകും. ഇവരോടൊപ്പം ബയർ ലെവർകൂസൻ്റെ മിഡ്ഫീൽഡ് ജനറൽ പലാസിയോസ് കൂടെ എത്തുമ്പോൾ മധ്യനിര പൂർണ്ണമാകും. മനോഹരമായ പൊസിഷൻ ഗെയിമിങ്ങും എതിരാളികളെ കീറിമുറിക്കുന്ന പാസുകളുമായി പലാസിയോസ് കളം നിറയും. ഇനി ഈ സ്ക്വാഡിൻ്റെ എല്ലാമായ ആ മുന്നേറ്റത്തിനെക്കുറിച്ചാണ് അവസാനമായി നമ്മൾ പറയാൻ പോകുന്നത്. എതിരാളികളുടെ ഗോൾ വല കുലിക്കാൻ കെൽപ്പുള്ള അർജന്റീനയുടെ അറ്റാക്കിംഗ് നിരയിലെ പുതിയ കരുത്താണ് ജൂലിയാനോ സിമിയോണി. പ്രശസ്ത കോച്ച് ഡീഗോ സിമിയോണിയുടെ മകൻ. വിങ്ങുകളിലൂടെ മിന്നൽ വേഗത്തിൽ കുതിച്ചു പായാൻ കഴിയുന്ന ഒരു യുവ പ്രതിഭ. കൗണ്ടർ അറ്റാക്കുകളിൽ അതീവ അപകടകാരിയായ ജൂലിയാനോ സിമിയോണി ടീമിന് വലിയൊരു ആയുധമാണ്. ഇവനൊപ്പം അർജന്റീനയുടെ ഇരട്ട വജ്രായുധങ്ങളായ ലൗറ്ററോ മാർട്ടിനസും ഹൂലിയൻ അൽവാരസും അണിനിരക്കും. ഗോൾഡ് മികവിൽ ഇവർക്ക് പകരം വെക്കാൻ മറ്റാരുമില്ല. രണ്ടുപേരും തങ്ങളുടെ ക്ലബ്ബുകൾക്കായി തകർപ്പൻ ഫോമിലാണ്. ഡിഫൻഡർമാരുടെ എത്ര വലിയ കൂട്ടത്തെയും ചതിക്കുഴിയിൽ വീഴ്ത്താൻ കെൽപ്പുള്ള വേട്ടക്കാർ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ സ്ക്വാഡിൻ്റെ എന്നല്ല ലോക ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത ആ മഹാമനുഷ്യനെ കുറിച്ചാണ്. സ്കലോണി പടുത്തുയർത്തിയ ഈ സാമ്രാജ്യത്തിൻ്റെ അധിപൻ, മൈതാനങ്ങളിലെ തന്ത്രശാലിയായ പടനായകൻ, സാക്ഷാൽ ലിയണൽ മെസ്സി. പ്രായം 38 കഴിഞ്ഞിട്ടും അമേരിക്കൻ മണ്ണിൽ ഇന്റർ മയാമിയുടെ ജേഴ്സിയിൽ ഗോളുകളും അസിസ്റ്റുകളുമായി ഇന്നും ആ രാജാവായി അയാൾ വാഴുകയാണ്. ഫുട്ബോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ആ ഇടംകാലിൻ്റെ മാന്ത്രികതയിലേക്കാണ്. പ്രായം നോക്കി അയാളെ എഴുതിത്തള്ളാൻ വരുന്നവർ ഒരു കാര്യം ഓർക്കുക: കളിയുടെ ഗതി നിശ്ചയിക്കാനും ഇഞ്ചുറി ടൈമിൽ പോലും കളി തിരിച്ചു പിടിക്കാനും അയാൾക്ക് കഴിഞ്ഞാൽ ഇത്തവണയും ആ ലോകകപ്പിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള ഗോൾഡ് ബോൾ പുരസ്കാരം ആ കൈകളിൽ തന്നെ ഭദ്രമായിരിക്കും. കാരണം പ്രതിഭയുടെ കാര്യത്തിൽ അയാൾക്ക് മുകളിൽ നിൽക്കാൻ ഇന്നൊരു താരവുമില്ല. ഓരോ മത്സരങ്ങളിലും കളി മെനയാനും സഹതാരങ്ങൾക്ക് കൃത്യതയാർന്ന പാസുകൾ നൽകാനും ഇപ്പോഴും മെസ്സിയോളം പോകുന്ന മറ്റൊരു താരവുമില്ല. അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ഇനിയും ആ കാലുകൾ ശേഷിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എതിരാളികൾ ഇന്നും മെസ്സിയെ ഭയക്കുന്നത്. ഗ്രൗണ്ടിൽ അയാൾ നടക്കുകയാണെന്ന് പരിഹസിച്ചവർക്കുള്ള മറുപടി ഓരോ മത്സരത്തിലും ഗോളുകളായും അസിസ്റ്റുകളായും മെസ്സി നൽകാറുണ്ട്. ഒരു ടീമിനെ മുഴുവൻ തോളിലേറ്റി മുന്നോട്ട് നയിക്കാനുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് മെസ്സിയുടെ ഏറ്റവും വലിയ കരുത്ത്. സ്കലോണിയുടെ തന്ത്രങ്ങളെല്ലാം ഗ്രൗണ്ടിൽ നടപ്പിലാക്കുന്നത് ഈ 38-കാരൻ്റെ ബുദ്ധിയിലാണ്. 2022 ഖത്തറിൻ്റെ മണ്ണിൽ വെച്ച് അയാളെ ഹീനമായി വെല്ലുവിളിച്ച പലരെയും അതേ മൈതാനത്ത് മുട്ടുകുത്തിച്ച ചരിത്രമേ ലിയണൽ മെസ്സിക്കുള്ളൂ. അന്ന് നെതർലാൻഡിൻ്റെ കോച്ചിനും ഡിഫൻഡർമാർക്കും നൽകിയ മറുപടി നമ്മൾ കണ്ടതാണ്. അതിലുപരി ലോകത്തിലെ ഏറ്റവും വിലയേറിയ ഏറ്റവും കരുത്തനായ ഡിഫൻഡർ എന്ന് വിശേഷിക്കപ്പെട്ട ക്രൊയേഷ്യയുടെ ഗാർഡിയോളിൻ്റെ മാർക്കറ്റ് വാല്യൂ ഒരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കിയ ഈ മാന്ത്രികൻ ഇത്തവണയും വരുന്നത് തൻ്റെ സാമ്രാജ്യം കാത്തുസൂക്ഷിക്കാൻ തന്നെയാണ്. ആ വശ്യമായ ഡ്രിബ്ലിങ്ങുകളും കണ്ണഞ്ചിപ്പിക്കുന്ന പാസുകളും ഫ്രീ കിക്ക് ഷോട്ടുകളും കൊണ്ട് ഇത്തവണയും ലിയണൽ മെസ്സി കടന്നെറിയുമ്പോൾ എതിരാളികൾക്ക് ഒരേ സമയം അത് അത്ഭുതവും ഭയവുമായിരിക്കും സമ്മാനിക്കുക.
ഫുട്ബോളിൻ്റെ വിശ്വസിംഹാസനത്തിൽ നിന്നും അയാളെ ഇറക്കിവിടാൻ ആർക്കും കഴിയില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ലിയോ മെസ്സി തൻ്റെ അവസാന അംഗത്തിന് വരുന്നത്. മെസ്സിയുടെ സാന്നിധ്യം ടീമിലെ ഓരോ യുവ താരങ്ങൾക്കും നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ഗ്രൗണ്ടിൽ മെസ്സി കൂടെയുള്ളപ്പോൾ 10 മടങ്ങ് ശക്തിയിലാണ് അർജന്റീനയുടെ ഓരോ കളിക്കാനും പന്ത് തട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണയും മെസ്സിയെ കേന്ദ്രീകരിച്ച് തന്നെയാണ് അർജന്റീനയുടെ എല്ലാ നീക്കങ്ങളും രൂപപ്പെടാൻ പോകുന്നത്. ഈ മുന്നേറ്റ നിരയിൽ മെസ്സിക്ക് പുറമെ അർജന്റീനയുടെ മുന്നേറ്റങ്ങൾക്ക് വേഗതയും മൂർച്ചയും കൂട്ടാൻ നീക്കോ ഗോൺസാലസ് കൂടെ എത്തുന്നുണ്ട്. വിങ്ങുകളിലൂടെയുള്ള ഇദ്ദേഹത്തിൻ്റെ വേഗതയും വിട്ടുവീഴ്ചയില്ലാത്ത ക്രോസുകളും എതിർ പ്രതിരോധ കോട്ടകളെ തകർക്കാൻ ശേഷിയുള്ളതാണ്. മികച്ചൊരു വിങ്ങറായ നീക്കോ ഗോൺസാലസ് സ്കലോണിയുടെ പ്ലാനുകളിലെ പ്രധാനിയാണ്. ഒപ്പം ഇത്തവണ സ്ക്വാഡിലെ പുതിയ അത്ഭുതമായി ആൽമറസിൻ്റെ മാനുവൽ ലോപ്പസ് കൂടി ചേരുമ്പോൾ അർജന്റീനയുടെ അറ്റാക്കിംഗ് ലൈൻ പൂർണ്ണമാകുന്നു. ക്ലബ്ബ് തലത്തിൽ മികച്ച പ്രകടനം പുറത്തെടുക്കുന്ന ലോപ്പസിന് ഈ ലോകകപ്പ് വലിയൊരു അവസരമാണ്. ഏത് പ്രതിരോധ നിരയെയും കീറിമുറുക്കാൻ പോന്ന പടക്കോപ്പുകളുമായി ലിയണൽ സെബാസ്റ്റ്യൻ സ്കലോണി ആശാൻ തൻ്റെ എല്ലാ തന്ത്രങ്ങളും മെനഞ്ഞു കഴിഞ്ഞു. യുവത്വത്തിൻ്റെ ചോരത്തിളപ്പും പരിചയസമ്പന്നരുടെ തന്ത്രങ്ങളും ഒന്നിക്കുന്ന ഈ മുന്നേറ്റ നിരയെ തടഞ്ഞു നിർത്തുക എന്നത് ലോകത്തിലെ ഏത് വമ്പൻ ടീമുകൾക്കും അസാധ്യമായ കാര്യമായിരിക്കും. മധ്യനിരയിൽ നിന്ന് വരുന്ന പന്തുകളെ കൃത്യമായി ഗോളിലേക്ക് തിരിച്ചുവിടാൻ ഇവർക്ക് സാധിച്ചാൽ അർജന്റീനയെ തോൽപ്പിക്കാൻ ഇത്തവണയും ആർക്കും കഴിയില്ല. 2022 ലുസൈൽ സ്റ്റേഡിയത്തിൽ നിന്ന് നിർത്തിയെടുത്തു നിന്നല്ല അവർ ഈ പോരാട്ടം തുടങ്ങുന്നത്. കയ്യിലുള്ള ആ സുവർണ്ണ കിരീടം ജീവൻ കൊടുത്തും കാത്തുസൂക്ഷിക്കാൻ അതിലും മാരകമായ കരുത്തോടെയും കഠിനമായ തന്ത്രങ്ങളോടെയുമാണ് ഇത്തവണ ആൽബി സെലസ്റ്റുകൾ വരുന്നത്. മുമ്പ് തോറ്റ ചരിത്രമെല്ലാം അവർ മറന്നു കഴിഞ്ഞു. ഇപ്പോൾ അവരുടെ ലക്ഷ്യം കിരീടം നിലനിർത്തുക എന്നത് മാത്രമാണ്. എതിരാളികൾ എത്ര വലിയ കൊമ്പന്മാരായാലും എത്ര വലിയ വമ്പന്മാരായാലും ഈ നീലയും വെള്ളയും ജേഴ്സിക്ക് മുന്നിൽ അവർക്ക് വഴി മാറേണ്ടി വരും. കാരണം ഇത് വെറുമൊരു ടീമല്ല, കിരീടം നിലനിർത്താൻ പോരിനിറങ്ങുന്ന ലോക ചാമ്പ്യന്മാരുടെ പടയോട്ടമാണ്. തോൽവികളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് വിജയത്തിൻ്റെ കൊടുമുറി കയറിയ ഒരു ജനതയുടെ പോരാട്ട വീര്യമാണ്. അർജന്റീന എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ എതിരാളികളുടെ നെഞ്ചിൽ ഭയം നിറയുന്നത് അവരുടെ ആ പോരാട്ട വീര്യം കൊണ്ടാണ്. കോച്ച് ലിയണൽ സെബാസ്റ്റ്യൻ സ്കലോണി എന്ന തന്ത്രശാലിക്ക് കീഴിൽ അച്ചടക്കമുള്ള ഒരു സൈന്യത്തെ പോലെയാണ് ഈ സ്ക്വാഡ് പ്രവർത്തിക്കുന്നത്. ഓരോ കളിക്കാനും രാജ്യത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്. ആ ഒരു ഒത്തൊരുമയാണ് ഈ ടീമിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഈ ലോക പോരാട്ടങ്ങളെ കളമുണരുമ്പോൾ കോടിക്കണക്കിന് വരുന്ന ആരാധകരുടെ നെഞ്ചിടിപ്പും പ്രാർത്ഥനയും ഈ ടീമിനുണ്ട്. മെസ്സിയുടെ അവസാന ലോക പോരാട്ടമാണിതെന്ന് ഉറപ്പുള്ളതുകൊണ്ട് തന്നെ സഹതാരങ്ങൾ തങ്ങളുടെ ചോരയും നീരും ഗ്രൗണ്ടിൽ ഒഴിക്കാൻ തയ്യാറായി കഴിഞ്ഞു. തൻ്റെ നായകന് വേണ്ടി ലോക കിരീടം ഒരിക്കൽ കൂടി നേടിക്കൊടുക്കുക എന്ന് മാത്രമാണ് ഈ ടീമിലെ ഓരോ കളിക്കാരൻ്റെയും ലക്ഷ്യം. അതിനായി അവർ ഏതറ്റം വരെയും പോകാൻ മടക്കില്ല. കളി തുടങ്ങാൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കെ ലോകം മുഴുവൻ വീണ്ടും ആ ചോദ്യം ആവർത്തിക്കുകയാണ്: ഇത്തവണയും ആ കപ്പ് അർജന്റീന തന്നെ എടുക്കുമോ എന്ന്. പരിഹസിച്ചവർക്കും വിമർശകർക്കുമുള്ള കൃത്യമായ മറുപടി സ്കലോണിയുടെ ഈ മാരക സ്ക്വാഡ് മൈതാനത്ത് തന്നെ കാണിക്കും. ആൽബി സെലസ്റ്റുകളുടെ ഈ പടയോട്ടം തടയാൻ ഇത്തവണ ആർക്കും കഴിയില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവർ കളം നിറയുന്ന ആ നിമിഷങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം. Restored to this great gallery of the game.